നമസ്കാരം. ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അങ്ങനെ ദുഃഖം വരാനുള്ള കാരണം എന്താണെന്നാണ്. ഇത് എംപറർ കാർഡും 7 ഓഫ് കപ്സും 9 ഓഫ് കപ്സും ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സ് നമ്മൾക്ക് ചോദ്യത്തിനുള്ള മറുപടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ദുഃഖം വരണ മെയിൻ കാരണം ബന്ധങ്ങളിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ചില ഈഗോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അല്പമൊക്കെ വിട്ടുകൊടുത്ത് കുറച്ചുകൂടെ റൊമാൻറ്റിക്കായിട്ട് ഇടപെടണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണാതെ ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു ഇതാണുള്ളത്. കൺഫ്യൂഷനാണ്, എന്താ ചെയ്യണം ഏത് ചെയ്യണ്ട, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ഭാരം കൂട്ടി തരും. അങ്ങനെയുള്ള കാര്യമൊക്കെ വിട്ടിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. ബന്ധങ്ങളിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്ന് ഒരു സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാർഡ്സിൽ പ്രത്യേകം എടുത്ത് പറയുന്നു, ആർക്കെങ്കിലും കുട്ടികളില്ലാത്തവരൊക്കെ അങ്ങനെ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് കേട്ടോ, അത് അങ്ങനെയുള്ളവർ മാത്രം എടുത്താൽ മതിയാവും. കാർഡ്സിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.